നമസ്കാരം. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അഭിപ്രായ മാറ്റങ്ങളെക്കുറിച്ചും, നയം മാറ്റങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങളാണ്. ഇതില് അഭിപ്രായ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മണിക്കൂറുകൾക്കകം പെട്ടെന്ന് ഒരു അഭിപ്രായത്തിൽ നിന്ന് മറ്റഭിപ്രായത്തിലേക്ക് ചാടുന്ന ചില രീതികളുണ്ട്. അതല്ല ഉദ്ദേശിച്ചത് ട്ടോ. അത് നമുക്ക് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ, താങ്ക്സ് ടു CCTV നമുക്ക് തെറ്റായ കാര്യങ്ങൾ, അബ്സല്യൂട്ട്ലി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തെളിവ് സഹിതം അത് പുറത്തു കൊണ്ടുവരാനും ചില അവസരങ്ങളിലെങ്കിലും പറഞ്ഞ ആളെ കൊണ്ട് തന്നെ തിരുത്തി പറയിപ്പിക്കാനും കഴിയാറുണ്ട്. ഇല്ലെങ്കിൽ വേണ്ട അതോറിറ്റിക്ക് വേണ്ട നടപടി എടുക്കാനും വേണ്ട തെളിവുകൾ കൊടുക്കാനും സോഷ്യൽ മീഡിയയ്ക്ക് കഴിയാറുണ്ട്. അപ്പോൾ അതിന് റീസെന്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് രക്ഷാപ്രവർത്തനം, അതിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത് താൻ ആംബുലൻസിൽ വന്നിറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ചില ഉദാഹരണങ്ങൾ, നമ്മളെല്ലാം പത്രം വായിക്കുന്നവരാണല്ലോ. അപ്പോൾ മണിക്കൂറുകൾക്കകം തന്നെ സുരേഷ് ഗോപിക്ക് തിരുത്തേണ്ടി വന്നു. മറ്റേ കേസിൽ കോടതി വിഷ്വൽസ് എല്ലാം സ്വീകരിച്ചു. അപ്പോൾ അങ്ങനത്തെ നയമാറ്റങ്ങളോ കാലുമാറലുകളോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരുടെ പീരീഡ് ഓഫ് ടൈം വരുന്ന നയമാറ്റങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നയമാറ്റങ്ങൾ നല്ലതാണോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആദ്യമായിട്ട് പറയട്ടെ, ഒരു കാര്യം, ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഫാക്ട് അല്ലെങ്കിൽ ഒരു കാര്യം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് നല്ലതായിക്കൊള്ളുന്നില്ല, മാറുന്നു എന്നുള്ളത് കൊണ്ട് അത് മോശമായിക്കൊള്ളുന്നില്ല. ഇവിടെ നമുക്ക് കോണ്ടെക്സ്റ്റ് എടുത്താണ് നോക്കേണ്ടത്. ഇപ്പോൾ ഏതൊരു ഫീൽഡിലാണെങ്കിലും, ഇപ്പോൾ സ്പിരിച്വാലിറ്റിയുടെ കേസിലാണെങ്കിൽ, ഇപ്പോൾ സനാതന ധർമ്മത്തിൽ നമ്മൾ പറയാറുണ്ട് സത്യം വദ ധർമ്മം ചര സ്വാധ്യായം മാം പ്രമതിതവ്യ എന്ന് പറയാറുണ്ട്. അതായത് സത്യം പറയൂ, ധർമ്മത്തിൽ ചരിക്കൂ, സ്വാധ്യായത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കൂ. അതൊരു മാറ്റം വേണ്ട ഒരു തത്വമല്ല, മാറാൻ പോകുന്ന തത്വവുമല്ല. അപ്പോൾ ചില തത്വങ്ങൾക്ക് മാറ്റം ആവശ്യമില്ല. നിന്നെപ്പോലെ നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്ന തത്വത്തിന് മാറ്റം ആവശ്യമില്ല. ദൈവം സ്നേഹമാണെന്ന് പറയുന്നതിന് മാറ്റം ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും നീതിബോധത്തോടെ പ്രവർത്തിക്കണം, അങ്ങനെ ചില കാര്യങ്ങളിൽ മാറ്റം ആവശ്യമില്ല. പക്ഷേ പ്രായോഗിക തലത്തിൽ പല നയങ്ങളിലും ചിലപ്പോൾ കാലത്തിനനുസരിച്ച് മാറ്റം വേണ്ടി വരും. അപ്പോൾ അവിടെ മാറ്റം വന്നു എന്നുള്ളത് എപ്പോഴും ഒരു മോശം കാര്യമല്ല, എപ്പോഴും ഒരു നല്ല കാര്യമല്ല. നമുക്ക് മാറ്റം എന്തുകൊണ്ട് വന്നു അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. സ്റ്റബോണായിട്ട് ചില കാര്യങ്ങൾ, തിയറി പാർട്ടിലല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ സ്റ്റബോണായിട്ട് കാലവും ദേശവും സാഹചര്യവും മാറിയതറിയാതെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന സ്റ്റബോൺ മെന്റാലിറ്റിയേക്കാളും ഭേദമാണ് നല്ല രീതിയിലുള്ള മാറ്റം എന്നുള്ളത് പറയാതെ വയ്യ. പക്ഷെ അവിടെ നല്ല രീതിയിലുള്ള മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് എടുത്തു പറയുന്നു. ഇനി ഈ മാറ്റങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ആ മാറ്റം വന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. വ്യക്തിപരമായ തലത്തിലാണെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കണം. ഇനി വലിയ സംഘടനകളൊക്കെ ആണെങ്കിൽ തങ്ങളുടെ സപ്പോർട്ടേഴ്സിനോടോ അണികളോടോ അല്ലെങ്കിൽ തങ്ങളുടെ മുൻപത്തെ നയങ്ങൾ കാരണം പ്രശ്നങ്ങൾ നേരിട്ടവരോടോ എന്തുകൊണ്ട് തങ്ങൾക്ക് മാറ്റം വന്നു എന്നുള്ളത് പറയാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്, ഇല്ലേ? നമുക്ക് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം കാര്യങ്ങൾ കൊണ്ട് മാറ്റം വരാം. ഒന്ന്, എക്സ്റ്റേണൽ സാഹചര്യങ്ങൾ മാറുന്നു. ഇപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നയമാണെങ്കിൽ അതിന് അന്നുണ്ടായിരുന്ന സാഹചര്യങ്ങളല്ല ഇന്ന്, എക്സ്റ്റേണൽ സാഹചര്യങ്ങൾ മാറുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ നയങ്ങളിൽ മാറ്റം വരാം. രണ്ടാമത്, എക്സ്റ്റേണൽ സാഹചര്യങ്ങൾ സെയിം ആയിരിക്കുകയും പക്ഷെ അവയെ നോക്കിക്കാണുന്നതിലും അവയിൽ നയങ്ങളും അഭിപ്രായങ്ങളും ഫോം ചെയ്യുന്നതിലുമുള്ള ഇന്റേണൽ ചേഞ്ച്, തങ്ങൾ എങ്ങനെ അതിനെ നോക്കിക്കണ്ടിരുന്നു എന്നുള്ളതിൽ ഒരു ഇന്റേണൽ ചേഞ്ച് വന്നു. ഓക്കെ, അപ്പോൾ ഇത് എക്സ്റ്റേണൽ ചേഞ്ച് കൊണ്ടാണോ ഇന്റേണൽ ചേഞ്ച് കൊണ്ടാണോ അതോ രണ്ടും സെയിം ആയിരിക്കുകയും കാലഘട്ടം മാറിയത് കൊണ്ടുമാണോ, എന്തുകൊണ്ടാണ് ഈ മാറ്റം വന്നത് എന്നുള്ളത് അവർ പറയേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമുക്കെല്ലാം കോമൺ സെൻസ് ഉണ്ടല്ലോ, നമ്മൾ വളരെ അത്ര വേണ്ടത്ര ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് സത്യമെങ്കിലും നമുക്ക് കോമൺ സെൻസ് തന്നിട്ടുണ്ടല്ലോ, റാഷണാലിറ്റി എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കാം whether it's an external change, internal change or anything else which prompted the change in opinion or policies എന്നുള്ളത്, അല്ലേ? ഇവിടെ മാറ്റങ്ങൾ വരികയാണെങ്കിൽ തന്നെ അക്കൗണ്ടബിലിറ്റി ഫോർ ദ പ്രീവിയസ് ഒപ്പീനിയൻ എന്നുള്ള പ്രധാനമാണ്. മുമ്പ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിരുന്നില്ല എന്നുള്ളത് നിഷേധിച്ചിട്ട് കാര്യമില്ല. മുമ്പ് അങ്ങനെ പറഞ്ഞിരുന്നു, അത് ഇപ്പോൾ ഞങ്ങൾ തിരുത്തുന്നു, ഇന്ന കാരണം കൊണ്ടാണ് തിരുത്തുന്നത് എന്ന് പറയാനുള്ള ഒരു മര്യാദയും ഒരു ബാധ്യതയും ഉണ്ട്. വ്യക്തിപരമായ തലത്തിൽ നമുക്ക് വേറെ ആരെയും ചിലപ്പോൾ അത്രയ്ക്ക് ബാധിച്ചു എന്ന് വരില്ല. പക്ഷെ നയപരമായ തലത്തിൽ സംഘടനകളൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള തീരുമാനം കാരണം നഷ്ടവും ലാഭവും എല്ലാം ഉണ്ടായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിൽ നഷ്ടം സംഭവിച്ചവർക്ക് അത് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നുള്ളത്, അല്ലേ? അത് പ്രധാനമല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളവർ ഭാവിയിലെങ്കിലും നയങ്ങൾ എടുക്കുമ്പോൾ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യം വീണ്ടും ഇതുപോലെ മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഒഴിവാക്കാനായിട്ട്. പിന്നെ അണികൾ, സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന നമ്മൾ ഒരുപാട് പേര് ഫാൻസ്, പല പേരിൽ വിളിക്കുന്നവർ, സംഘടനകളുടെയോ തത്വങ്ങളുടെയോ നയങ്ങൾ നോക്കി നമുക്ക് പ്രതിഷേധിക്കാം, പ്രവർത്തിക്കാം. പക്ഷെ അന്ധമായിട്ട് ഒന്നിനെയും ഫോളോ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. കാര്യം ഇവർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആരായിരുന്നാലും ഏത് സംഘടനയായിരുന്നാലും മാറ്റങ്ങൾ വരുത്തിയാൽ മുൻപ് അതിനു വേണ്ടി പറഞ്ഞിരുന്നവർ അവരാരായി പോകും, അല്ലെ? അവരോട് ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക, അവരോട് കാര്യങ്ങൾ വിശദീകരിക്കുകയോ ചെയ്യേണ്ട ഒരു ബാധ്യതയില്ല. അതുപോലും നിറവേറ്റപ്പെടാതെ വരുമ്പോൾ മുമ്പ് തങ്ങൾ സപ്പോർട്ട് ചെയ്ത അതേ ആശയത്തിനെ എതിർത്ത് അല്ലെങ്കിൽ എതിർത്ത ആശയത്തെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും പറയേണ്ട അവകാശം ഇവർക്ക് വരും. അത് അവരുടെ വ്യക്തിപരമായ ഒരു രീതിയിൽ അവരെ അപമാനിക്കുന്നത് തുല്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്, അല്ലെ?
അപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യം വന്നാൽ മുൻപത്തെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്യുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുക, ജസ്റ്റിഫൈ ചെയ്യാതിരിക്കുക, ഡിനൈ ചെയ്യാതിരിക്കുക, എന്നിട്ട് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞ ശേഷം മാറ്റങ്ങൾ ഉൾക്കൊള്ളുക. അങ്ങനെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല അല്ലേ, പക്ഷെ അത് അങ്ങനെ തന്നെ വരുന്നതായിരിക്കണം. അതുപോലെ ഇതേപോലത്തെ സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും കൊടുക്കുന്നത് നന്നായിരിക്കും. ബാക്കിയുള്ളവർക്കും തങ്ങളുടെ എക്സ്റ്റേണലോ ഇൻറ്റേർണലായ ചേഞ്ചസ് കാരണം മാറ്റങ്ങൾ ബാക്കിയുള്ളവർക്കും വരാം, ബാക്കിയുള്ളവരുടെ നയങ്ങളിലും വരാം. അവരതിനെ ജസ്റ്റിഫൈ ചെയ്യാത്തിടത്തോളം, അവർ പഴയ ഇതിനെ നിഷേധിക്കാത്തിടത്തോളം, പഴയ നയങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കുന്നിടത്തോളം അല്ലേ, അത് ആവാം, നമുക്കുള്ള അതേ സ്വാതന്ത്ര്യം തന്നെ അവർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളാണ് നയമാറ്റങ്ങളെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. ശരിയായ കാരണങ്ങൾ കൊണ്ടും വിചിന്തനങ്ങൾ കൊണ്ടും ഉള്ള മാറ്റങ്ങളാണെങ്കിൽ അവ വരട്ടെ. നേരെ മറിച്ച് സ്ഥാനങ്ങൾ മാറുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ളതോ ആയിട്ടുള്ള ഒരു റാഷണാലിറ്റി ഇല്ലാത്ത, നൈതികമായൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത, റീസണിൻ്റെ ഒരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത രീതിയിലുള്ള വെറും മാറ്റങ്ങൾ അധികം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമേ പറയാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ ഇനി വ്യക്തികൾ അഭിപ്രായം മാറ്റുമ്പോൾ, സംഘടനകളും പ്രസ്ഥാനങ്ങളും അഭിപ്രായം മാറ്റുമ്പോൾ, അവർ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും, അവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുക. അപ്പോൾ എപ്പോഴും നന്നായിരിക്കും. എന്തുകൊണ്ട് ഈ മാറ്റം വന്നു? അവർ മുമ്പത്തെ അഭിപ്രായത്തെ ഡിനൈ ചെയ്യുന്നുണ്ടോ, അതോ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ടോ, ഇപ്പോഴത്തെ മാറ്റത്തിൻ്റെ കാരണം പറയുന്നുണ്ടോ, മുമ്പത്തെ നയങ്ങൾ കൊണ്ടുള്ള നഷ്ടങ്ങളെ കഴിയുന്നത്ര അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ, അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്ത നഷ്ടങ്ങൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ടോ, ആ നഷ്ടങ്ങൾ സഹിച്ചവരോടൊരു ഖേദം പ്രകടിപ്പിക്കാനെങ്കിലും തയ്യാറാകുന്നുണ്ടോ, ഇത്തരത്തിലുള്ള നയമാറ്റം കാരണം ഒരു രാജ്യത്തിനും ദേശത്തിനും തന്നെ എത്രത്തോളം നഷ്ടമാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം ലാഭമാണ് വന്നിട്ടുള്ളത്, ഇങ്ങനെ ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഒന്നുകൂടി പറയാനുള്ളത് സപ്പോർട്ടേഴ്സിനോടാണ്. അവരങ്ങോട്ട് പോകുമ്പോൾ കൂടെ പോവുക, അവരിങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരിക, അങ്ങനെ ആവാതെ സ്വന്തം റാഷണാലിറ്റി ഉപയോഗിച്ച് ചിന്തിക്കുന്ന വ്യക്തികളായിരിക്കുക. നമുക്കെല്ലാം നമ്മുടെ ചിന്താശേഷി ആർക്കും അടിയറ വയ്ക്കാതിരിക്കുക. ഓൾവേസ് തിങ്ക്. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിച്ചത്. ഓക്കെ, കൂടുതലൊന്നും ഇതിൽ പറയേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഉദ്ദേശിച്ച പോയിന്റ്സ് കൺവേ ചെയ്യാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിങ്ക് അബൌട്ട് ഇറ്റ്. താങ്ക് യു.